ഞാൻ വിചാരിച്ചില്ലേ എന്ത് ഇന്ന് വിജയിക്കുമെന്ന്. മനസ്സിലായില്ല. കാലത്തോടുന്നു എന്നുള്ള വ്യാജേനെ നിർമ്മലയുടെ വീടൊന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി 4-5 ദിവസമായിട്ട് ഈ ഏരിയ മുഴുവൻ ഞാൻ കവർ ചെയ്തോണ്ടിരിക്കുക. ഈ റോബർട്ട് ബ്രൂസിന്റെ കഥ കേട്ടിട്ടുണ്ട്. 7 തവണ തോറ്റിട്ടും പിന്മാറാതെ 8ാം തവണ യുദ്ധം ജയിച്ച രാജാവിന്റെ കഥ. ശ്രമിച്ചാൽ നേടാം. അതാണ് ആ കഥയുടെ ഗുണപാഠം. എന്തിനാ എന്റെ വീട് കണ്ടുപിടിക്കുന്നത്? കാണാൻ. യൂണിഫോമിലല്ലാത്ത നിർമ്മലയെ ഒന്ന് കാണാൻ. എന്നോട് മേൽവിലാസം ചോദിക്കാമായിരുന്നില്ലേ? അതിൽ ത്രില്ലില്ല. മാത്രവുമല്ല, ഞാൻ വരുന്ന കാര്യം മുൻകൂട്ടി അറിഞ്ഞാൽ നിർമ്മല മേക്കപ്പ് ഇടും, ആഭരണങ്ങൾ അണിയും. ഇതുപോലെ ഒറിജിനൽ നിർമ്മലയെ കാണാനൊക്കെയല്ല. ഞാനൊരു സാഹിത്യകാരനൊന്നുമല്ല, എങ്കിലും ഞാൻ സ്വല്പ സാഹിത്യം പറയാൻ പോവാ. ഈ പ്രഭാതത്തിലെ ചുവപ്പ് നിർമ്മലയുടെ കവിളിലെ ചുവപ്പുമായി മത്സരിച്ചു. ഓക്കെ, ജയിച്ചതോ നിർമ്മലയുടെ കവിള്. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? ഡോക്ടർ, ഞാനൊരു പാവമാണ്. ഞാനൊരു ദുഷ്ടനല്ല. ആണെന്ന് ഞാൻ പറഞ്ഞോ? അകത്ത് വന്ന ഡോക്ടർക്ക് കാണാം. ജന്മനാ തളർന്ന ശരീരവുമായി കിടക്കുന്ന എന്റെ അനുജൻ കുഞ്ഞുണ്ണി. അച്ഛൻ മരിച്ചതിന് ശേഷം ആത്മവിശ്വാസം നഷ്ടപ്പെട്ട അമ്മ. ഇതൊക്കെയാണ് എന്റെ സമ്പാദ്യം. ഡോക്ടർ വലിയ ആളാണ്. ഒരു ദുരന്തമെടുത്ത് തലോ. നാം തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ എനിക്ക് നിർമ്മലയെ മാത്രമേ അറിയാമായിരുന്നു. ഇനിയും അതറിഞ്ഞാൽ മതി. പിന്നെ നിർമ്മലയുടെ ദുരന്തങ്ങൾ പങ്കുവയ്ക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. എങ്കിലും ഇന്നും ആശുപത്രിയിൽ എത്താൻ ലേറ്റ് ആവുമോ? ഇല്ല, ഞാനിത് പുറപ്പെട്ടു കഴിഞ്ഞു. വേഗം വരണം. ഞാൻ കാത്തിരിക്കും. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. ഇന്ന് ഡോക്ടറെ വിളിക്കാൻ ഞാൻ തന്നെ വന്നേക്കാമെന്ന് കരുതി. നിൽക്കൂ, ഞാൻ മുറിയൊക്കെ ഒന്ന് കാണട്ടെ. സൗകര്യങ്ങളൊക്കെ ഉണ്ടോ നോക്കണമല്ലോ. എങ്ങനെയുണ്ട് മുറി? മുറിയൊക്കെ വളരെ ബോറാണ്. ഞാൻ വേറെ വീട് നോക്കാൻ പോകും. ആ അയ്മുട്ടി പറഞ്ഞ പൈസ എളുപ്പം കിട്ടിയിരുന്നെങ്കിൽ നല്ലൊരു വീടിന് അഡ്വാൻസ് കൊടുക്കായിരുന്നു. ഇവിടെ അങ്ങനെ കുഴപ്പമൊന്നും കാണുന്നില്ലല്ലോ ഡോക്ടർ. എങ്കിൽ നിങ്ങൾ ഇവിടെ ഒന്ന് താമസിച്ചോ, ഞാൻ നിങ്ങളുടെ വീട്ടിൽ പോയി താമസിക്കാം. ഡോക്ടർ ആളിത്തിരി ചൂടനാണല്ലേ? ഇത്തിരിയല്ലേ, നല്ല ചൂടൻ. പക്ഷെ സത്യം പറയണമല്ലോ, രോഗികൾക്ക് ഡോക്ടറെ ഭയങ്കര മതിപ്പാണ്. നിങ്ങളുടെ ആശുപത്രിയിൽ കൊള്ളാവുന്ന ഒരു ഡോക്ടർ വരുന്നത് ആദ്യമായിട്ടായിരിക്കും. എന്നെ പറ്റി ഡോക്ടറുടെ അഭിപ്രായം എന്താണ്? നല്ല അഭിപ്രായം. എന്തായാലും ആശുപത്രി പൂരപ്പറമ്പാക്കിയ പാർട്ടിയല്ലേ. ഡോക്ടർ അത് ഇപ്പോഴും മനസ്സിന് കളഞ്ഞില്ല അല്ലേ? എന്തായാലും ഡോക്ടറുടെ വരാൻ കാരണക്കാരൻ ഞാനാണ് എന്നുള്ളതിന്റെ ക്രെഡിറ്റ് എങ്കിലും എനിക്ക് തന്നൂടെ? പിന്നെ എന്റെ ആശുപത്രി നടത്തിപ്പ് ഞാൻ മിടുക്കലാണ് ഡോക്ടർ. ഡോക്ടറുടെ കയ്യിൽ ലെറ്റർ പാഡ് ഉണ്ട്. എന്തിന്? ഞാനൊരു അഡ്രസ് തരാം. ഡോക്ടറുടെ ലെറ്റർ പാഡിൽ മഹാദേവൻ തമ്പി, അതായത് ഞാൻ ബഹുമിടുക്കനാണ് എന്ന് എഴുതി ഈ അഡ്രസ്സിൽ അയച്ചാൽ നന്നായിരുന്നു. മിസ് നന്ദിനി തമ്പി. ആരായത്? എന്റെ കാമുകയാണ്, അമ്മാവന്റെ മകളാണ്. ലണ്ടനിൽ പഠിക്കുക. ചെറുപ്പം തൊട്ടുള്ള എന്റെ ഒരു മോഹമാണ്. നന്ദിനിയുടെ പല പോസിലുള്ള ഫോട്ടോസാണ്. ഡോക്ടറെ പറ്റി അവൾ അറിഞ്ഞിട്ടുണ്ട്. ഡോക്ടർ എന്നെ പറ്റി 2 നല്ല വാക്ക് എഴുതിയാൽ അവൾക്കത് വലിയ സന്തോഷമായിരിക്കും. നിങ്ങൾക്ക് വട്ടുണ്ടോ? എന്റെ അറിവിലില്ല. പരിശോധിക്കാം. എന്താ അങ്ങനെ തോന്നാൻ? അല്ലെങ്കിൽ ഒരു പരിചയമില്ലാത്ത ഒരാൾക്ക് കത്തെഴുതാൻ നിങ്ങൾ എന്നോട് ആവശ്യപ്പെടും. ഡോക്ടർക്ക് വട്ടുണ്ടോന്നാ ഇപ്പൊ എന്റെ സംശയം. ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിന് കത്തെഴുതുമ്പോൾ അവർ തമ്മിൽ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പരിചയമില്ലാത്തവർ തമ്മിൽ പരിചയപ്പെടാനുള്ള മാധ്യമമാണ് കത്ത്. നന്ദിനിക്ക് ഒന്ന് എഴുതിക്കൂടെ? നിങ്ങൾ വരുന്നുണ്ടോ? പൂട്ടല്ലേ? നിങ്ങൾ ആരാണ്? എന്താ നാവിറങ്ങിപ്പോയോ? പറയണം, ആരാണ് നിങ്ങൾ? എനിക്ക് എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. എനിക്കറിയാം സംഭവിച്ചത് എന്താണെന്ന്. എനിക്കറിയാം. നിങ്ങളൊരു ഡോക്ടർ അല്ല. ഹോമിയോ ഹോസ്പിറ്റലിലെ നഴ്സിനെ 1 വർഷം കൊണ്ട് ഡോക്ടറാക്കിയ കഥ കേട്ടപ്പോ തന്നെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ഇല്ലാത്ത മരുന്നിന്റെ പേരെഴുതിയത് എന്റെ അറിവില്ലായ്മയാണെന്ന് സൂചിപ്പിച്ചപ്പോഴും, ആ മരുന്നില്ലെങ്കിൽ അൾസറിനും വാദത്തിനും ഒക്കെ എനിക്കറിയാവുന്ന മരുന്നുകൾ കൊടുത്തോളൂ എന്ന് പറഞ്ഞപ്പോഴും ഞാൻ സംശയിച്ചിരുന്നു. നിർമ്മല എന്നെ തെറ്റിദ്ധരിക്കുകയാണ്. എന്റെ സഹായം കിട്ടാൻ വേണ്ടി പല രീതിയിൽ നിങ്ങൾ അഭിനയിച്ചു. ഞാനൊരു വീട്ടിൽ അടുത്തറിയും മുമ്പ് ഞാൻ നിങ്ങളോട് അടുത്തു. You are a cheat, professionally and personally. You are a bad criminal.
ഈ തെമ്മാടത്തിനൊരു കൂട്ടു നിൽക്കാൻ എന്നെ കിട്ടില്ല. എന്നോടിത് വേണ്ടായിരുന്നു. ഗുഡ് ബൈ. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. നമസ്കാരം സാർ. നമസ്കാരം. നമസ്കാരം. നമസ്കാരം സർ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ് സർ. നമസ്കാരം സാർ. നമസ്കാരം ഡോക്ടർ മറക്കില്ല ഡോക്ടർ, ഒരു കാലത്ത് ഞങ്ങൾ മറക്കില്ല. കിടക്കാത്ത ആശുപത്രികളും ചികിത്സിക്കാത്ത ഡോക്ടർമാരും ഇല്ലായിരുന്നു. ഡോക്ടർ എനിക്ക് പുനർജന്മം തന്നു. ഡോക്ടർ ദൈവം രക്ഷിക്കട്ടെ. അതെ അതെ, ഗോഡ് ഹീൽസ് ബട്ട് ഡോക്ടർ ടേക്സ് ദ ഫീസ് എന്നാണല്ലോ. വരട്ടെ. ശരി സാർ. മന്ത്രി അദ്ദേഹം വന്നാട്ടെ വന്നാട്ടെ വന്നാട്ടെ. അയ്യോ ഇതെന്ത് പറ്റി? ഇതാ ഞങ്ങളുടെ ഡോക്ടർ, ഡോക്ടർ രാജഗോപാൽ MBBS MD. ഡോക്ടർ എന്താ കൈ ഇങ്ങനെ? അത് ഈ ഫിസിയോതെറാപ്പിയുടെ റിസർച്ചിന് വേണ്ടി കൈ സൺറൈസിൽ കാണിച്ചുള്ള എക്സർസൈസ്. കണ്ടോ കണ്ടോ, മിടുക്കനാ മിടുമിടുക്കനാ. എപ്പോ നോക്കിയാലും റിസർച്ചാ. അറിയാമല്ലോ, പൊതുമരാമത്ത് മന്ത്രി. ഞങ്ങള് സുഹൃത്തുക്കളാ. വീട്ടിൽ വന്നപ്പോ ഞങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതാ. ഡോക്ടറെ ഞാൻ എവിടെയോ കണ്ടതുപോലെ തോന്നുന്നു. ഞാൻ കോന്നിയിലുണ്ടായിരുന്നു, ചുരക്കരയിലുണ്ടായിരുന്നു, പിന്നെ അഴീക്കോടുണ്ടായിരുന്നു. അതല്ല, വേറെ നല്ല പരിചയമുള്ളതുപോലെ. എങ്കിൽ അത് ഞാനായിരിക്കില്ല. നമുക്ക് ആശുപത്രിയൊക്കെ ചുറ്റിക്കറങ്ങി ഒന്ന് കാണാം. ഉം. ഇതൊക്കെ ഒന്ന് വലുതാക്കി എടുക്കണം. സഹായം വേണ്ടി വരും. ഉം. ഞങ്ങൾ റൂമിലേക്ക് വരാം. വന്നാട്ടെ വന്നാട്ടെ വന്നാട്ടെ. കഴിക്ക് മോനെ, കഴിക്ക്, അല്ലെങ്കിൽ ചേച്ചിക്ക് ദേഷ്യം വരും. കഴിക്ക്. ആ അമ്മ ഇത് കണ്ടോ? ഈ കുഞ്ഞുണ്ണി കഴിക്കുന്നില്ല. കഴിക്കും മോനെ. അമ്മയ്ക്ക് ഇനി കഞ്ഞി വേണോ? വേണ്ട, മോള് കഴിച്ചോ. ഞാൻ പിന്നെ കഴിച്ചോളാം. ആരാ മോളെ? അത് ആശുപത്രി അമ്മേ. എന്ത് വേണം? ഒന്നും വേണ്ടിയിട്ടല്ല. സിസ്റ്റർ പോകുന്നതിന് ശേഷം ഞാനും ഇറങ്ങി. എവിടേക്കാ പോകണ്ടെന്ന് അറിയില്ലല്ലോ. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പോലീസ് കൊണ്ടുപോകുന്നത് താങ്ങാനാവില്ല. ഞാൻ ആശുപത്രിയുടെ വെളിയിൽ നിന്ന് നോക്കിയായിരുന്നു. ഇതുവരെ ആരും വന്നില്ല. അത്രയെങ്കിലും കരുണ കാട്ടിയല്ലോ, നന്ദി. ഇത് പറയാനാണോ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അല്ല, നിർമ്മല ചോദിച്ച ചോദ്യത്തിന് നിർമ്മല തന്നെ ഉത്തരം കണ്ടെത്തിയല്ലോ. പഠിച്ച കള്ളൻ, ബോൺ ക്രിമിനൽ. ശരിയാണ്, ഒക്കെ ശരിയാണ്. എങ്കിൽ പിന്നെ വേറെ എന്ത് കാര്യം പറയാനാണ് ഈ രാത്രി ഇവിടെ വന്ന് ശല്യം ചെയ്യുന്നത്? ജീവിക്കാൻ മറ്റു വഴിയില്ലാതായപ്പോ ഈ തട്ടിപ്പ് ചെയ്തു പോയതാണെന്ന് ന്യായീകരിക്കാൻ വന്നതാണോ? അവനെ കണ്ടോ? എന്റെ കൂടെ പറഞ്ഞതാ. 6 കൊല്ലമായി കിടക്കുന്ന കിടപ്പാണ്. ബോംബെയിൽ ഒരു ന്യൂറോ സർജനെ കാണിക്കാൻ വേണ്ടി പല ഡോക്ടർമാരും പറഞ്ഞു. സാധിച്ചില്ല, പണമില്ലാത്തതുകൊണ്ട്. പണമുണ്ടാക്കാൻ വേണ്ടി എനിക്കും വഴിവിട്ട് വല്ലതും ചെയ്യാമായിരുന്നു. എന്നിട്ടിതുപോലെ ന്യായീകരിച്ചാൽ മതിയല്ലോ. ഇല്ല, ഒന്നും ഞാൻ ന്യായീകരിക്കുന്നില്ല. ചിലപ്പോ ജന്മനാ തന്നെ എന്നിലൊരു കള്ളൻ ഒളിച്ചിരുന്നിട്ടുണ്ടാവണം. പക്ഷേ ഒന്ന് മനസ്സിലാക്കണം, എന്റെ വിജയം, എന്റെ നിലനിൽപ്പ്, അതിനുവേണ്ടി ഒന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. 4-5 മനുഷ്യാത്മാക്കളെ ഒരു കൂട്ട മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ മറ്റൊരു വഴിയും എന്റെ തലച്ചോറിൽ തോന്നിയില്ല. അതുകൊണ്ട് മാത്രം. കുറച്ച് പണം, അത് കിട്ടുന്നത് വരെ നിൽക്കാനായിരുന്നു ഉദ്ദേശം. ഇനി വേണ്ട. നിർമ്മല ആശുപത്രിയിൽ പോകണം. ഇനി എന്റെ ശല്യം ഉണ്ടാവില്ല. ചിലപ്പോ ഇനി ഒരിക്കലും നമ്മൾ തമ്മിൽ കാണില്ല.
ഞാൻ പോവുക. വേണ്ട, ഞാനിത് അറിഞ്ഞില്ലായിരുന്നെങ്കിൽ ഇനിയും തുടരുമായിരുന്നില്ലേ? ഞാൻ കാരണം നിങ്ങളുടെ ആവശ്യങ്ങൾ നടക്കാതിരിക്കണ്ട. ഇല്ല, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എന്റെ കുറ്റങ്ങൾക്ക് നിർമ്മലയെ കൂടി ബലിയാടാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ആ പേടി എനിക്കില്ല. നിങ്ങൾ പിടിക്കപ്പെട്ടാൽ അത് നിങ്ങളുടെ വിധി. പിന്നെ നിങ്ങൾ പറയണം ഞാനും കൂട്ടുനിന്നെന്ന്. അപ്പൊ എന്നെ ശിക്ഷിക്കുമായിരിക്കും. ആ ശിക്ഷ കൂടി നിങ്ങൾ എനിക്ക് വാങ്ങിത്തരണം. അപ്പോഴേ നിങ്ങൾ നിങ്ങളാകും. എല്ലാം തുറന്നു പറഞ്ഞിട്ടും ഇത്തരം മുള്ളുവെച്ച വാക്കുകൾ വേണം. ഞാൻ ചതിയനാണ്, അശേഷം സ്വഭാവശുദ്ധി ഇല്ലാത്തവനാണ്. പക്ഷേ നിർമ്മലയോടുള്ള എന്റെ ഇഷ്ടം, അതിൽ മാത്രം കാപട്യമില്ലായിരുന്നു എന്ന് വിശ്വസിക്കണം. എനിക്കൊന്നും കേൾക്കണ്ട. ആശുപത്രിയിൽ വരുന്നതും വരാത്തതും ഇനി നിങ്ങളുടെ ഇഷ്ടം. എന്റെ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിച്ചു എന്ന് മാത്രം. ഒരപേക്ഷയുണ്ട്. തിരിച്ചറിവില്ലാതെ ഓരോ രോഗങ്ങളുമായി വരുന്ന പാവങ്ങളെ ചികിത്സിച്ച് കൊല്ലരുത്. ഒന്നെങ്കിൽ മറ്റെവിടേക്കെങ്കിലും റെഫർ ചെയ്യുക, അല്ലെങ്കിൽ എന്നെ അറിയിക്കുക. നാഥനില്ലാത്ത കുടുംബങ്ങളുടെ അവസ്ഥ എനിക്ക് മനസ്സിലാകും. അതുകൊണ്ട് മാത്രം. ഹലോ, മൃഗാശുപത്രിയാ? ഇത് ഭ്രാന്താശുപത്രിയാ. ശരിക്കുള്ള നമ്പർ ഡയൽ ചെയ്യടൂ. ഹലോ, മൃഗാശുപത്രിയാ? അതെ, മൃഗാശുപത്രിയാണ്. എന്ത് വേണം? ഞാൻ ആരാണെന്നോ? താൻ ആരാടോ? ഇത് ശങ്കരമംഗലം തറവാടാണ്, പ്രശസ്തമായ ശങ്കരമംഗലം തറവാട്. ഇവിടെ വിളിച്ച് മൃഗാശുപത്രിയാണോ മൃഗാശുപത്രിയാണോ എന്ന് ചോദിക്കുന്നത് മനഃപൂർവ്വമാണോ? എങ്കിൽ താൻ കളിക്കുന്നത് തീക്കളിയാണെന്ന് മനസ്സിലാക്കിക്കോളൂ. ആരെ ആരെ? നന്ദിനിയോ? അയ്യോ നന്ദിനി, ഇത് ദേവേട്ടനാണ്. അതെ, ഇപ്പൊ 2 തവണ മൃഗാശുപത്രിയാണോ എന്ന് ചോദിച്ചുകൊണ്ട് ഫോൺ വന്നു. സോറി. ഇല്ല, അച്ഛനമ്മ ഇവിടെ ഇല്ല. എന്ത് വിശേഷമാണേലും എന്നോട് പറഞ്ഞോളൂ. പിന്നെ നമ്മുടെ ആശുപത്രി ഞാൻ ഗംഭീരമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഊമക്കത്ത് അത് വെറും നുണയാണ് കേട്ടോ. എന്ത്? അടുത്ത ആഴ്ച വരികയാണെന്നോ? വെരി ഗുഡ്. അടുത്ത ആഴ്ച എന്ന് വെച്ചാൽ ബുധനാഴ്ചയോ വെള്ളിയാഴ്ചയോ? ഹലോ, ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാൻ പോലും പറ്റിയില്ല. അമ്മായി, നന്ദിനി അടുത്ത ആഴ്ച ലണ്ടനിൽ നിന്ന് വരുന്നു. അമ്മാവാ, ഇപ്പൊ ഫോൺ വന്നു. നന്ദിനി അടുത്ത ആഴ്ച പുറപ്പെടും അത്രേ. കൂടുതൽ സംസാരിക്കാൻ ഞാൻ ശ്രമിച്ചു, അപ്പോഴേക്കും ഫോൺ കട്ടായി പോയി. ഞാൻ മുറി ചെന്നിരിക്കാം. വീണ്ടും ഫോൺ വന്നെങ്കിലോ? ഇങ്ങോട്ട് വാടി. വിടുന്നേ. ഇങ്ങോട്ട് വരാൻ. എന്താ നീ കാണിക്കുന്നേ? പിന്നെ ഒരു നാണം. അവിടെ പിന്നെ ഒരു പ്രധാന കാര്യം പറയാനുണ്ട്. സാവിത്രി, നന്ദിനി ഉടനെ പറഞ്ഞിങ്ങി എത്തും. ഇനി എന്താ അടുത്ത പരിപാടി? അവളെ ഇങ്ങനെ വെറുതെ നിർത്തിയാ മതിയോ? വെറുതെ നിർത്തുന്നു ആരാ പറഞ്ഞേ? വന്നു കഴിഞ്ഞ ആശുപത്രിയുടെ ചുമതല അവളെ ഏൽപ്പിക്കണം. അങ്ങനെയല്ലേ തീരുമാനിച്ചത്? എടി മണക്കൂസെ, അതല്ല, അവിടെ കല്യാണക്കാരിയോ? അത് നേരത്തെ തീരുമാനിച്ചതല്ലേ? എന്ത് തീരുമാനിച്ചു? മഹാദേവനെ കൊണ്ട്. നമുക്കൊരു മകളല്ലേ ഉള്ളൂ. എന്റെ അറിവിൽ അത്രേ ഉള്ളൂ. എങ്കിൽ അവളെ കെട്ടുന്നത് മഹാദേവനായിരിക്കില്ല. എന്ത്? സാവിത്രി, ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് ഞാൻ പഠിപ്പിച്ച എന്റെ മോളെ കെട്ടുന്നവന് ചില മിനിമം യോഗ്യതകളൊക്കെ വേണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. എങ്കിൽ ഇത്രയും കാലം മഹാദേവനെ ഇട്ട് പന്ത് തട്ടുമ്പോൾ തട്ടിനെന്തിന്? അതോ അവന്റെ സ്വത്തുക്കൾ അന്യാധീനപ്പെട്ടു പോകുന്നത് കാണാൻ എനിക്ക് ദണ്ണമുള്ളതുകൊണ്ട്. പക്ഷെ പ്രമാണത്തിൽ ഇന്നൊപ്പിടാം നാളെ ഒപ്പിടാം എന്നൊക്കെ പറഞ്ഞ് അവൻ ഒഴിഞ്ഞു മാറുക. എന്നാൽ ശങ്കരമംഗലത്ത് മാധവൻ തമ്പി അവനെ കൊണ്ട് ഒപ്പിടിക്കും. എന്നിട്ട് നന്ദിനിയെ ഡോക്ടറെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുകയും ചെയ്യും. ഡോക്ടറോ? അതേടി, നമ്മുടെ ഡോക്ടർ രാജഗോപാലൻ. രോഗികൾക്ക് ഇത്രയും